നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സിജോയുടെ എവിക്ഷൻ വീട്ടുകാർ ഞെട്ടിത്തരിച്ചു. ശ്രീതുവാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിയത്. കാരണം ആ പറയുന്ന ടാസ്ക് കഴിഞ്ഞിട്ട് ശ്രീതു ഇങ്ങനെ സിജോയെ നോക്കിക്കൊണ്ട് ഞാൻ സേവ, സിജോ ഔട്ടാ, ഇതെന്തോന്ന് സംഭവം? അർജുൻ കരച്ചില്, ഋഷി കരച്ചില്, അഭിഷേകിന് മൂകത, ജാസ്മിന് ഒരുമാതിരി അങ്ങായി നിൽക്കുന്നു, ജിൻഡോ ഒരു പകുതി മൈൻഡിൽ നിൽക്കുന്നു, ശ്രീതു കിളി പറന്ന് നിൽക്കുന്നു. എല്ലാവരുടെയും അവസ്ഥ അത് ഭയങ്കര ഒന്ന് കാണണമായിരുന്നു. ആ സംഭവം ഒന്ന് കാണേണ്ട സാധനമായിരുന്നു. എല്ലാവരും ഷോക്ക്. സിജോയോ? എല്ലാവരും അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ശ്രീതു ആയിരിക്കും എന്ന് കരുതിയിരുന്നു. പക്ഷേ അവസാനം സിജോ ഔട്ടായി. സ്റ്റേജിൽ വന്നപ്പോൾ ഉണ്ട് ലാലേട്ടൻ പറയുന്നു നീയാണ് വിന്നർ എന്ന്, നീ ഫൈറ്റ് ചെയ്തിട്ട് വന്നതാണ്, നീ വിന്നർ എന്ന് പറയാണ്, ഒരു വിന്നറാണ് എന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്ന ബിഗ് ബോസ് സീസൺ 16 ആണ്. സൽമാൻ ഖാൻ ഇതുപോലെ പ്രിയങ്ക ചഹാർ ചൗധരി എടുത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് നീയാണ് എൻ്റെ മനസ്സിലെ വിന്നർ എന്ന്. ഒരു ഹോസ്റ്റ് സത്യം പറഞ്ഞാൽ അഥവാ ഇനിയിപ്പോൾ സിജോയ്ക്ക് അങ്ങനത്തെ ക്വാളിറ്റി ഉണ്ടായാൽ പോലും വിന്നിങ് ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഹോസ്റ്റ് ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയുടെ ഒരു ഇത് തീർന്നു. കാരണം എന്ന് വെച്ചാൽ ഹോസ്റ്റ് ഒരാളുടെ കൂടെ നിൽക്കും പോലെ ആയിപ്പോവും ആ സംഭവം ഒന്ന്. ഹോസ്റ്റ് സൽമാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലാലേട്ടനം എന്ന് പറയുന്നത് നീയാണ് വിന്നർ എന്ന് ആ ഒരു ലെവലിലാണ് പറഞ്ഞു വിട്ടത്. എന്തായാലും ഈ പറഞ്ഞ സിജോയുടെ എവിക്ഷനായിരുന്നു ഇന്നത്തെ ഐക്കോണിക് സാധനം. അത് വീട്ടുകാർ ഫുള്ള് ഞെട്ടി. അതിനുശേഷം ഇരുന്ന് കരച്ചിൽ പിഴിച്ചിൽ. സിജോ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എനിക്കത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, സോറി പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. സ്റ്റേജിൽ വരുമ്പം ആർപ്പ് വിളിയും കയ്യടിയും ഒക്കെ ഉണ്ട്. എന്താണ് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ജൂൺ 9 ഡേ 91 ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വന്ന് സിജോയെ ബർത്ത്ഡേ വിഷ് ചെയ്യുവാണ്. സിജോയ്ക്ക് വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്തയച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഗിഫ്റ്റുകൾ എല്ലാ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ഗിഫ്റ്റുകൾ, കുറേ സാധനങ്ങൾ, ഗ്രീറ്റിങ്സുകൾ, ഫോട്ടോസുകൾ, ഇതെല്ലാം കൊടുത്തയച്ചതാണോ എന്ന് അറിയത്തില്ല. കാരണം ബിഗ് ബോസ് 1-2 കൊടുക്കാറുണ്ടല്ലോ പതിവായിട്ട് ആർക്കെങ്കിലും ഒക്കെ. അപ്പോൾ അതുപോലെ കൊടുത്തത് ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഇന്ന് വരെ ഇങ്ങനെ ഒരാൾക്ക് ഗിഫ്റ്റ്. അപ്പോൾ സിജോ എന്ന് ചോദിക്കുന്നില്ല ഇതൊക്കെ എനിക്കാണ്. എനിക്ക് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതെല്ലാം കൊടുത്തു വിട്ടാണ് പ്ലാൻ എന്താണ്, എവിക്ഷൻ. ഇന്നിപ്പോൾ ഔട്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താം എന്നുള്ള ലെവലാണ്. എന്നിട്ട് ലാലേട്ടൻ പറയാണ് ഞാനുള്ളപ്പോൾ ആദ്യമായിട്ടാണ് ഒരാളുടെ ബർത്ത്ഡേ ഇവിടെ നടക്കുന്നത്, അത് സിജോയുടെ ബർത്ത്ഡേ ആണ്. അപ്പം തന്നെ നമുക്ക് ഈ എവിക്റ്റ് ആവാൻ പോകുന്നവർ ഭയങ്കര പൊക്കലാണ്, ഭയങ്കരമായിട്ട് പൊക്കും. അത് ഇപ്പോൾ കഴിഞ്ഞ ഈ സീസണിൽ യമുന റാണി ഔട്ടായ സമയത്ത് നിങ്ങൾ കണ്ടായിരുന്നോ? ഔട്ടാവുന്നതിൻ്റെ തലേന്ന് യമുന റാണിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് വരെ കേക്ക് അയച്ചു കൊടുത്ത് യമുന റാണിയെ കൊണ്ട് മുറിപ്പിച്ചു. അതായിരുന്നു അവരുടെ ഒരു അത് പൊതുവേ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംഭവമാണ്. സുരേഷ് ഔട്ടാവുന്നതിന് മുമ്പ് പ്രാങ്ക് കൊടുത്ത് കുറേ സ്ക്രീൻ സ്പേസ് കൊടുത്തായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയാണ് എന്താ പറയുക, സിജോ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സിജോ പറയണം അത് ലാലേട്ട എനിക്ക് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ലാലേട്ടനെ വിഷ് ചെയ്തു, ഞാനിവിടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ ഇന്നലെ ഞാൻ എന്നെ സേവ് ചെയ്യേണ്ട എന്നെ പെൻഡിങ്ങിൽ വെച്ചിട്ട് ഇന്ന് സേവ് ആക്കാൻ പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേക്ക് ലാലേട്ടൻ എന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാം സിജോ പറയണം. അത് മാത്രമല്ല ഫാമിലി വീഡിയോ ഉണ്ടെന്ന് പറയുന്നു. അമ്മയുടെ, അച്ഛൻ്റെ, അനിയത്തിയുടെ, 2 അനിയത്തിമാരുടെ, അളിയൻ്റെ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് കാണിച്ചു. അപ്പൂപ്പൻ്റെ, അമ്മമാരെ ഒക്കെ ബർത്ത്ഡേ വിഷസ് കാണിച്ച് സിജോയ്ക്ക് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ടാസ്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, നാട്ടുരാജാക്കന്മാരെ കുറിച്ച്. അപ്പോൾ സിജോ പറയാണ് സെക്കൻഡ് ലാസ്റ്റ് വീക്കല്ലേ, അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാനായിരുന്നു നമ്മൾ പ്ലാൻ. സായി ഭയങ്കര ഫണ്ണാക്കി. അപ്പോൾ ജാസ്മിൻ പറയാണ് അത് ഈ പറയുന്ന പോലെ ജാസ്മിൻ പറയാണ് ജിൻഡോ കാക്കായുടെ ഗെയിമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടെ രാജാവാക്കിയിട്ട് നിന്നിട്ട് എന്താ പറയുക സൂപ്പറായിട്ട് അവിടെ ടാസ്കുകളൊക്കെ കൊടുത്തു. പക്ഷേ ഞാൻ വന്നപ്പോൾ ഞാൻ ഒരു സീരിയസ് മോഡിലാണ് നിന്നത്. പക്ഷേ ജാസ്മിനാണ് ഈ ടാസ്കിലൊക്കെ ജയിച്ച് അടുത്ത രാജാവെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും അങ്ങ് സീരിയസ് മോഡ് അങ്ങ് പിടിച്ചു. പിന്നെ എൻ്റെ ചെങ്കോലും പിടിച്ചു വാങ്ങി പെട്ടെന്ന് തന്നെ. എനിക്ക് ഭരിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ എൻ്റെ ചെങ്കോല് പോയ സ്ഥിതിക്ക് എൻ്റെ മാലയും കൂടെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാലയെ ഊരി കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് മിണ്ടാതിരിക്കാമല്ലോ, എനിക്കൊന്നും ചെയ്യേണ്ടല്ലോ എന്നത്. പക്ഷേ അതിനും എന്നെ സമ്മതിക്കാതെ എന്നെ എല്ലാവരോടും അറ്റാക്ക് ചെയ്തു. ആ ലെവലാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ ഋഷി പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണങ്ങിപ്പോയതാണ് ലാലേട്ട. പിണങ്ങിപ്പോയി, കുറച്ചവിടെ നിൽക്കായിരുന്നു. രാജാവായ നമ്മൾ സായി എന്തെല്ലാം ചെയ്തു, സായിയുടെ ഷർട്ട് ഊരി അവനെ കൊണ്ട് ജയിലിലടച്ചു. അപ്പം നമ്മൾ രാജാവായിട്ട് ഭരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഭരണം പോകുമ്പം ആൾക്കാർ നമ്മളെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഏറ്റുവാങ്ങിക്കാനുള്ള, തിരിച്ചടി ഏറ്റുവാങ്ങാനുള്ള ഒരു ധൈര്യമാണ്. അത് ഋഷി പറഞ്ഞത് പോയിൻ്റാണ്. സാധനം ഋഷി ആദ്യമായിട്ടൊരു സാധനം പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അടുത്ത് ജിൻഡോ പറയുന്നത് അത് സായി ആയിരുന്നപ്പോൾ ഇവിടെ എല്ലാവരും തട്ടിപ്പറിക്കാൻ നോക്കി.
അപ്പം ഇവർ തട്ടിപ്പറിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ആലോചിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഗെയിം തരാം, അതിൽ ജയിക്കുന്നവർക്ക് കൊടുക്കാം. എന്നിട്ടും ഇവർ തട്ടിപ്പറിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചെയ്തത്. ഞാനവിടെ ഗെയിം കൊടുത്തേക്കണ്ട മണ്ടത്തരമാണെന്ന് ആളുകളൊക്കെ പറയാൻ സാധ്യത ഉണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, എൻ്റെ തട്ടിപ്പറിക്കുക. അപ്പോൾ ഇവർക്ക് പണി കൊടുക്കണം. അതാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ ജാസ്മിൻ കാണിച്ചത് മണ്ടത്തരമെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അഭിഷേക് എല്ലാവരും ഇവിടെ ഫണ്ണ് മോഡിലാണ് അതിനെ എടുത്തത്. കിട്ടിയ തക്കത്തിന് സിജോ അതിനെ തട്ടിപ്പറച്ചു. പിന്നെ ഈ പറയുന്ന പോലെ സിജോയുടെ കേസിൽ ഈ പറഞ്ഞ കണക്ക് വേഗം സിജോ രാജാവായ സമയത്ത് ഞാൻ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് പറിച്ചൊക്കെ എടുത്തതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ വേഗം പതിയെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഈ ക്വീൻ എന്ന് പറയുന്ന ജാസ്മിന് ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവളവിടെ കൊണ്ടിടാന്നൊക്കെ ഞാൻ ഫണ്ണായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ ജാസ്മിൻ എടുത്തിട്ടില്ല. അപ്പോൾ ജാസ്മിൻ പറയണേ ഇവർ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ എനിക്ക് വിഷമം വന്നു, ഫണ്ണായിരിക്കും, പക്ഷേ എനിക്ക് വിഷമം വന്നു. അപ്പോൾ ശ്രീതു അത് ലാലേട്ടാ கொஞ்சம் டைம் களிக்கான்னு கருதிட்டு நான் அந்த செங்கோலை என் கையில் பிடிச்சது. அதுக்கப்புறம் நான் கொஞ்சம் நேரத்துக்கு அப்புறம் கொடுக்கான்னு தான் அதை நினச்சது. பின்ன அப்போ ഈ ஜாஸ்மின் പെട്ടെന്ന് ഓവർ റിയാക്ട് ആയതാ പിന്നെ ഞാൻ ഇത് കൊടുക്കാൻ മാതിരി തോന്നപ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ജാസ്മിൻ വിട്ടുകൊടുത്തു. ജാസ്മിൻ ഇന്നവരൊക്കെ വിട്ടുകൊടുക്കാൻ நான் பார்த்ததே இல்லை. இது முதல் வரவா நான் ஜாஸ்மின் ஒரு கெய்மில் விட்டு கொடுத்து நான் பார்க்குறேன். ജിൻഡോ സേട്ടനോட ഗെയിം தான் എനിക്ക് ரொம்ப പിടിച്ചത്. ജിൻഡോ സേട്ടനോட ഗെയിം தான். അപ്പോൾ അർജുൻ ഇവിടെ ഒരു റൂളിംഗ് ഒരു മെൻറ്റാലിറ്റി അല്ലായിരുന്നു ജിൻഡോ. സൂപ്പറായിട്ട് ഫണ്ണായിട്ടൊരു കളികൾ പഠിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പം ആ ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചകൾ കഴിയുന്നു. അടുത്ത് പരകായ പ്രവേശനം ടാസ്ക്കാണ്. എവിടെ ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ പ്രൊമോയിൽ കണ്ട പോലെ എവിടെയാണ് ജിൻഡോ പരകായ പ്രവേശനം? അത് ഞാൻ ചെന്നൈയിലാണ്. എനിക്ക് ആ പരകായ പ്രവേശനത്തിൻ്റെ കാര്യത്തിലല്ല, നമ്മുടെ ഈ പറയുന്ന എന്തായിരുന്നു നാട്ടുരാജാവ് ടാസ്കിൽ ജിൻഡോയുടെ അടുത്ത് നടന്നു വരാനായിട്ട് ജാസ്മിൻ പറയാം. അപ്പോൾ ജിൻഡോ നടന്നു വരുന്ന ഒരു സ്റ്റൈലുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിട്ടി ചേച്ചിയായിട്ട് നടന്നു വരുന്ന ഒരു സീനുണ്ട്. ചിട്ടി ചേച്ചി അത് നല്ലൊരു ആ ഒരു നടത്തമൊക്കെ കാണണമായിരുന്നു. അപ്പോൾ ജിൻഡോ പറയാണ് ലാലേട്ട എനിക്ക് അത്രേ ആ നാട്ടുരാജാവിൽ അല്ല പരകായ പ്രവേശനത്തിൽ എനിക്ക് ജാസ്മിനെ കുറിച്ച് അത്രേ അറിയാമെന്നുള്ളൂ, കുറച്ചൊരു ചെയ്യാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. അപ്പോൾ ജാസ്മിൻ പറയാണ് ചില കാര്യങ്ങൾ, ചില ആംഗിൾസ്, ഞാൻ ഇരിക്കുന്ന സ്റ്റൈല്, ഞാൻ നടക്കുന്ന സ്റ്റൈല്, ഞാൻ കാല് വെക്കുന്നത് അതൊക്കെ സെയിം അതുപോലെയായിരുന്നു. ഞാൻ 5 മിനിറ്റ് പറയുന്നത് സെയിം അതുപോലെയാണെന്ന് എനിക്ക് തോന്നി. ഇതാണ് ഞാൻ 5-6 ദിവസം മുമ്പ് പറഞ്ഞ ചില സാധനങ്ങൾ സെയിം ആയിരുന്നു എന്ന് ഞാൻ പറയാനുള്ള കാര്യം അതാണ്. അപ്പോൾ അന്ന് എല്ലാവരോടും അവ എന്തോന്ന് ചെയ്യുന്നു പറഞ്ഞു എൻ്റെ മണ്ടേക്കറി. എനിക്ക് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല, പക്ഷേ എനിക്ക് അന്ന് കണ്ടപ്പോൾ കുറച്ച് ചേഷ്ടകൾ സെയിം ആണെന്ന് തോന്നി. ഇന്നിപ്പോൾ ജാസ്മിൻ പറഞ്ഞപ്പോൾ അത് വിശ്വാസമായല്ലോ. അപ്പം ജാസ്മിൻ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? അത് എനിക്ക് അർജുനെയാണ് ലാലേട്ടാ. അപ്പോൾ സിജോ പറയാണ് ഞാൻ ശ്രീതു ആയിരുന്നു. അപ്പോൾ ശ്രീതു പറഞ്ഞാൽ എന്നെപ്പോലെ ക്യൂട്ടൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഋഷി ഞാൻ ജിൻഡോ ആയിരുന്നു, ഞാൻ ആകെ ഒരു സ്റ്റോക്ക് മൈൻഡിലായിരുന്നു. പിന്നെ ജിൻഡപ്പൻ്റെ കുറേയൊക്കെ ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങുകയൊക്കെ ചെയ്തു ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ഇരുന്ന്. ജിൻഡപ്പ് ഉറങ്ങില്ല. അപ്പോൾ അഭിഷേക് ഞാൻ ഋഷിയായിട്ടായിരുന്നു. അപ്പോൾ ഋഷി പറഞ്ഞു അല്ലല്ല അഭിഷേക് സ്വന്തമായിട്ട് അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അഭിഷേക് ഇല്ല ഞാൻ നോറയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാൻ പോയല്ലോ. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ചിലപ്പോൾ എൻ്റെ സ്വഭാവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ പറഞ്ഞു അർജുനാണ് ഏറ്റവും സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഫുൾ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ഇവരുടെ എല്ലാവരുടെയും പരകായ പ്രവേശനത്തിൻ്റെ വീഡിയോ. എന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് ലാലേട്ടൻ 47 വർഷത്തെ സിനിമ അനുഭവമൊക്കെ പങ്കുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അതല്ല, ലാലേട്ടൻ കുറേ ബോറടിപ്പിക്കുന്ന ലെവലിൽ ഡിഫറൻറ്റ് ക്യാരക്ടറാണ്, ഇതാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം സിജോയുടെ കേക്ക് വരുന്നു. കേക്കെല്ലാം മുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതിനുശേഷം ഓഡീഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നോ? സെറ്റായിരുന്നോ? അതിൻ്റെ നമുക്ക് നോക്കാം, ആരാണെന്ന് നമുക്കറിയത്തില്ല, ആരാണ് ആ ഭാഗ്യവാനെന്ന് അറിയില്ല, അടിപൊളി ഒരു ഡയറക്ടറും ഒരു സംവിധായകനൊക്കെയാണ് ഇവിടെ വന്നിട്ട് പോയത് എന്നെല്ലാം പറയുവാണ്. വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിനുശേഷം ലാലേട്ടൻ പറയുന്നത് ഞാൻ ഓരോ വേർഡ് പറയും, ആ വേർഡിന് ആപ്റ്റായിട്ടുള്ള ആളെ കണ്ടുപിടിച്ച് എന്താണ് കാരണം എന്ന് പറയണം. ചൂണ്ട, തനിക്ക് വേണ്ടതെല്ലാം ചൂണ്ടയായിട്ട് പിടിക്കുന്ന വ്യക്തി ആരാണ്? പറ സിജോ. ജിൻഡോയാണ് അങ്ങനത്തെ വ്യക്തി. ഇവിടെ ഒരു കൗശലക്കാരനായ കുറുക്കൻ ആരാണ്? ജാസ്മിനെയാണ് പറയുന്നത്. അത് രതീഷാക്കായാണ്. ഓന്താരാണ് നിറം മാറുന്നത്? ജാസ്മിൻ പറയുന്നത്. അത് ജിൻഡോ കാക്കയാണ് നിറം മാറുന്നത്. ഇവിടുത്തെ ഒരു ചൊറിയണം ആരാണ്? ഋഷി പറയുന്നു. അത് നോറയാണ്. ഒരു കോഴി ആരാണ്? അഭിഷേക് പറയുന്നു. അത് അർജുനാണ്. തൊട്ടാവാടി ആരാണ്? അത് ഋഷിയാണ്. തൊട്ടാവാടിപ്പോവും. ഇവിടുത്തെ ഒരു മുത്ത് ഏതാണ്? അതായത് ഡയമണ്ട് എന്ന് പറയാൻ അത് എൻ്റെ മുത്ത് ഗബ്രിയാണ് ലാലേട്ടാ. ജാസ്മിൻ. അടുത്ത് സിജോ നിൻ്റെ മുത്താരടാ? അത് എൻ്റെ മുത്ത് ശരണിയാണ് ലാലേട്ടാ. അടുത്ത് അർജുൻ മുള്ള്, അതായത് ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ കുത്തുന്ന ആര്? അത് സിബിനാണ് ഒളിഞ്ഞിരുന്ന് കുത്തുന്നത്. അടുത്ത് കളിമണ്ണ്, എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ മെരുക്കിയെടുക്കാം, സ്വാധീനിക്കാം. അപ്പോൾ ശ്രീത് പറയുന്നു അത് ഋഷിയാണ്. അടുത്ത് നമ്മുടെ പലരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാവയാക്കാൻ പറ്റുന്ന ആൾ ആരാണ്? നിർവികാരൻ എന്ന് പറയാം. അപ്പോൾ അഭിഷേക് പറയുന്നത് സായിയാണ് അങ്ങനെ ആക്കാൻ പറ്റുന്നത്. പിന്നെ
ഇവിടെ ഓട്ടക്കാന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചെയ്ത് കഴിഞ്ഞാലും ചെയ്തില്ലെങ്കിലും ഒന്നിനും വിലയില്ല. അത് അറബറഷി പറയുന്നത് അത് അൻസിബയ്ക്കാണ്, ആരും വില കൊടുത്തില്ല. അടുത്ത് ഇവിടുത്തെ ഒരു മാഗ്നറ്റ് ആരാണ്? മാഗ്നറ്റ്, അതായത് ഈ എന്താ പറയുക, ചില നേരം ഒട്ടും ചില നേരം വിട്ടുപോകും, ഒട്ടും വിട്ടുപോകും, പെട്ടെന്ന് വിട്ടുപോയാലും പിന്നെ വീണ്ടും ഒട്ടും ആവല്ലോ. അപ്പോൾ അഭിഷേകം അത് നന്ദനയാണ്, ടാസ്കിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അടുത്ത് കണ്ണട ആരാണ്? കാഴ്ചപ്പാടുള്ള വ്യക്തി ആരാണ്? അപ്പോൾ ജിൻഡോ പറയുന്നത് അത് ശ്രീരേഖ ചേച്ചിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അടുത്ത് ചാർജർ ആരാണ്? ഊർജ്ജം തരുന്നത്. അപ്പോൾ അർജുൻ പറയുന്നത് സുരേഷ് ചേട്ടനാണ്. പിന്നെ ഇവിടുത്തെ ചെണ്ട ആരാണ്? ഇവിടെ ആളുകളൊക്കെ വാരിയിട്ട് കൊട്ടുന്നത്, അത് സിജോ പറയുന്നത് അത് നോറയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ഡമ്മി പോലെ, റബ്ബർ സ്റ്റാമ്പ് പോലെ ആളുകൾ യൂസ് ചെയ്ത ആരെയാണ്? അപ്പോൾ ശ്രീതു പറയുന്നത് നിഷാന ചേച്ചിയാണ് അങ്ങനെ യൂസ് ചെയ്തത്. അപ്പം ഇവിടെ പെരുപ്പിച്ച് പറയുന്ന മസാല ചേർക്കുന്ന ആളാരാണ്? അപ്പോൾ ജാസ്മിൻ പറയുന്നത് ജിൻഡോയാണ് അങ്ങനെ പറയുന്നത്. അടുത്ത് ഇവിടെ ഓരോന്ന് പരത്തുന്ന ആളാരാണ്? റേഡിയോ. അഭിഷേക് പറയുന്നത് അതും ജിൻഡോ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പൂച്ച ആരാണ്? ആരും അറിയാതെ കള്ളമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കാണിക്കുന്നത്. അപ്പോൾ ജിൻഡോ പറയുന്നത് അത് റസ്മിനാണ് കാണിക്കുന്നത്. ഋഷി നിൻ്റെ പൂച്ച ആരാണ്? അഭിഷേകനോട് പല പല കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അടുത്ത് അവസാനം വള്ളി, ഇവിടെ ഒരു വള്ളിക്കെട്ട്, പിടിവിടാത്ത കേസ് ആരാണ്? ജാസ്മിൻ. അത് ഞാൻ തന്നെയാണ് ലാലേട്ടാ പിടിവിടാത്ത കേസ് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും പാവം ആരാണ്? അത് ഇവിടെ അയാളാണ്. ഞാനല്ലേ ഏറ്റവും പാവം എന്നിങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നു. ആ സെഗ്മെൻറ്റ് തീരുന്നു. എൻ്റെ പൊന്നെ, ഒരു 10 ചോദ്യമൊക്കെ ആവാം. ഇത് ഇത്ര എണ്ണം ഇത് ചോദിക്കുന്നത് ഭയങ്കര. ആ സംഭവം കൊള്ളായിരുന്നെങ്കിൽ അത് ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ലാഗായിട്ട് തോന്നി ആ സാധനം. പിന്നീടാണ് ലാലേട്ടൻ വന്നിട്ട് അടുത്തൊരു ടാസ്ക് അവർക്ക് കൊടുക്കുന്നത് മുട്ട ടാസ്ക്കാണ്. അയ്യോ ഒത്തിരി അത് ബോറാണ് സാധനം. ഒരു മുട്ട അവിടെ നടുക്ക് തറയിൽ വെച്ചിട്ടുണ്ടാവും. 2 മത്സരാർത്ഥികൾ ഇങ്ങനെ നിൽക്കണം. 2 മത്സരാർത്ഥികൾ നിന്നിട്ട് ലാലേട്ടൻ പറയും കൈ, അപ്പോൾ കയ്യിൽ തുറണം, മുഖത്തിൽ തുറണം, കണ്ണിൽ തുറണം, മുട്ട ഇങ്ങനെ എടുക്കണം. മുട്ട എന്ന് പറയുമ്പോൾ താഴെ നിന്ന് നമ്മൾ മുട്ട എടുക്കണം. മുട്ട എടുക്കുന്ന ആരാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു ഫണ്ണായിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണം. ആദ്യം ഋഷി അഭിഷേകാണ് മുട്ട എടുക്കുന്നത്. പുഴുവിനെ പോലെ എഴയട എന്ന് പറയുന്നു, ഋഷി എഴയുന്നു. അടുത്ത് ഈ ജയിച്ച ആളും അടുത്ത വേറൊരാൾ, അപ്പോൾ അഭിഷേകും ജിൻഡോയും. അപ്പം ജിൻഡോയാണ് ഇത് എടുക്കുന്നത്. ജിൻഡോ മുട്ട എടുക്കുന്നു. ജമ്പിങ് ജാക്ക് ചേട എന്ന് പറയുന്നു അഭിഷേകിൻ്റെ അടുത്ത് ഈ ജയിച്ച ജിൻഡോയും പുതിയതായിട്ട് വന്ന സിജോയാണ് ജയിക്കുന്നത്. ജാസ്മിനെ പ്രപ്പോസ് ചെയ്യാൻ പറയുകയാണ്. എൻ്റെ പൊന്നെ പ്രപ്പോസൊക്കെ ചെയ്യുന്നുണ്ട് ജിൻഡോ. അതിനുശേഷം സിജോയും ശ്രീതുവും, അപ്പോഴും സിജോ തന്നെയാണ് എടുക്കുന്നത്. ദംസ്റാഷ് ഒരു മൂവി മേലെ പറമ്പിൽ ആൺവീട് പറയുന്നു. അങ്ങനെ അത് ശ്രീതു പറയുകയാണ്. അടുത്ത് സിജോയും അർജുനുമാണ് വരുന്നത്. അവിടെ അർജുൻ മുട്ട എടുക്കുന്നു. എന്ന് ലാലേട്ടനെയും മമ്മൂക്കയും സുരേഷ് ഗോപിയൊക്കെ ഒരുമിച്ച് കാണിക്കാൻ പറയുന്നു. അത് കാണിക്കുകയാണ്. അടുത്ത് ജാസ്മിനും അർജുനും വരുന്നു. അപ്പോൾ അർജുൻ വീണ്ടും ജയിക്കുന്നു. കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ പറയുന്നു. അർജുനും അഭിഷേകും വരുന്നു. ജിൻഡോയുടെ കൂടെ ഒരു കപ്പിൾ ഡാൻസ്, ഒരു റൊമാൻറ്റിക് പാട്ട് ഡാൻസ് കളിക്കാൻ പറയുന്നു. അഭിഷേകാണ് ജയിക്കുന്നത്. അടുത്ത് പിന്നെ ജാസ്മിനും ശ്രീതുവും ലാസ്റ്റ് വരുന്നു. ശ്രീതു എടുക്കുന്നു. ജാസ്മിൻ്റെയും ജിൻഡോയുടെയും കോംബോ ഡാൻസ് ആണ് ആവശ്യപ്പെടുന്നത്. ഇത്രയാണ് ആ ടാസ്ക്. അയ്യോ അതും ഇത്തിരി പറഞ്ഞ കണക്ക് അതിത്തിരി ഫണ്ണെങ്കിലും ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവർക്കും ഫലൂഡ അയക്കുന്നു. എവിക്ഷൻ പ്രക്രിയയാണ്. ലാലേട്ടൻ പറയുന്നു ആരാണെന്നറിയില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്, നമ്മൾ വിചാരിക്കാത്ത ആളാണെന്ന് പറയുന്നു. നമ്മൾ ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ഗോര പറഞ്ഞിട്ടുള്ള ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു ചാക്കുണ്ട്, ഒരു ബാഗുണ്ട്. നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ത്രാസുണ്ട്. അപ്പോൾ ഈ ത്രാസിൽ ഇത് പിറക്കി വെക്കുക. ത്രാസിൽ ഓരോ കണ്ടസ്റ്റൻസിനായിട്ട് വിളിക്കുക. അപ്പോൾ അവരുടെ പിറക്കി വെക്കുക. വെയിറ്റ് കൂടുന്നത് ആരാണോ അവർ ഫിനാലെ വീക്കിലേക്ക് പോകും. വെയിറ്റ് കുറവുള്ള ആളുകൾ ഔട്ടാവും. ആദ്യം ജാസ്മിനും ഋഷിയും വരുന്നു. ജാസ്മിൻ്റെ വെയിറ്റും ഋഷിയുടെ വെയിറ്റും പറക്കി വയ്ക്കുമ്പോൾ ഋഷി വെയിറ്റ് കൂടുതൽ, ഋഷി സേവ്ഡ്. രണ്ടാമത് ജാസ്മിൻ സേവ് ആവാത്ത ജാസ്മിൻ അവിടെ തന്നെ നിൽക്കുന്നു. സിജോ വെയിറ്റ് കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ്റെ താഴ്ന്നു പോകുന്നു, ജാസ്മിൻ സേവ് ആവുന്നു. വീണ്ടും സിജോയും ശ്രീതുവും എല്ലാവരും ഉറപ്പിച്ച് നിൽക്കുകയാണ് ശ്രീതു തന്നെയാണ്. പക്ഷേ വെക്കുന്നതും സിജോടെ എന്ത് ചെയ്യുന്നു, അങ്ങ് പൊങ്ങുന്നു. ശ്രീതുവിൻ്റെ അങ്ങ് താഴുന്നു. വീട്ടുകാർ ഫുള്ള് ഷോക്ക്. ശ്രീതു നിങ്ങൾ സേഫ്, സിജോ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തായി. സിജോയുടെ മുഖമൊക്കെ കാണുന്നവരുന്നു. കാരണം ഇങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ശ്രീതു കൺഗ്രാറ്റ്സ്. അങ്ങനെ അർജുൻ അത് കണ്ടതും അർജുൻ അങ്ങോട്ട് കരയാൻ തുടങ്ങുന്നു. ഋഷി കണ്ണെല്ലാം നിറഞ്ഞ്, അഭിഷേക് മൂകത, ജിൻഡോ നോർമലിന് കുറച്ച് ഇത്തിരി, ജാസ്മിൻ. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. അതിനുശേഷം അപ്പോഴത്തെ അഭിഷേകിനെ പോയി ഫസ്റ്റ് കെട്ടിപ്പിടിക്കുകയാണ് സിജോ. അപ്പോൾ ഒരു ഐഡിയയും കിട്ടണടാ എന്ന് അഭിഷേക് പറയുന്നു. അർജുൻ കരയുന്നു. വാടാ കരയല്ലേ എന്നൊക്കെ സിജോ പറയുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നു ഇല്ല പ്രാങ്കാണ്, ഇത് പ്രാങ്കാണ്. അപ്പോൾ ശ്രീതു ഇത് ബർത്ത്ഡേ പ്രാങ്ക് അല്ല സിജോ, നീ അല്ല ഔട്ട്, ബർത്ത്ഡേ പ്രാങ്ക്. അപ്പോൾ സിജോ പറയാണ് ഞാൻ ചെയ്തതിന് ഞാൻ ഇവിടെ എപ്പോഴും ഞാൻ പറയണം എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് പ്രേക്ഷകരാണെന്ന്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റാണെന്ന് ബോധം എനിക്ക് കണ്ടെത്തണം. തെറ്റെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പുറത്തിറങ്ങി തെറ്റാണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ അത് തിരുത്തും. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സിജോ സ്വന്തമായിട്ട് പറയുവാണ്. അപ്പോൾ അഭിഷേക് പറയാണ് അത്
ആരും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഇങ്ങനൊരു സംഭവം. അർജുൻ കരയുന്നു, അർജുനെ കെട്ടിപ്പിടിക്കുകയാണ്. സിജോ നീ കരയരുത്, നീ ഇവിടെ നിൽക്കണം, കളിക്കണം എന്നൊക്കെ എല്ലാവരും എന്നിട്ട് വീണ്ടും പ്രാങ്ക് എന്ന് പറയുകയാണ്. സിജോ നേരെ ഔട്ടാവുന്നു, എല്ലായിടത്തും ഒരു പ്രോബ്ലം ഇല്ല, ഔട്ടാവുന്നു, നേരെ സ്റ്റേജിൽ വരികയാണ്. പ്രതീക്ഷിച്ചിരുന്നോ സിജോ? ഇല്ല ലാലേട്ടാ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് ഇത് അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ, ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. ബിഗ് ബോസ് എങ്ങനെയുണ്ട്? പൊളിയാണ്, സൂപ്പറാണ്. ലാലേട്ടൻ പറയുന്ന പോലെ ക്ലെൻസിങ് ആണിത്. അപ്പം പറഞ്ഞാൽ നിങ്ങളിവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇന്ത്യ കണ്ടതിൽ വെച്ച്, ചരിത്രം കണ്ടതിൽ വെച്ച് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പോയിട്ട് നിങ്ങൾ തിരിച്ചു വന്ന ഒരു ഫൈറ്ററാണ് നിങ്ങളൊരു വിന്നറാണ്. ഇങ്ങനെ ലാലേട്ടൻ പറയാണ്. സിജോ വിന്നർ ആയിരിക്കാം, അല്ലായിരിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലാലേട്ടൻ ഇവിടെ സിജോയെ വിന്നറാണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു എഫക്റ്റ്, അതൊന്നും വേറെയാണ്. കാരണം ഹിന്ദി ബിഗ് ബോസിലൊക്കെ പ്രിയങ്കയെ സൽമാൻ സാറ് വിന്നർ എന്ന് പറഞ്ഞപ്പം സൽമാൻ സാറിനെ എല്ലാവരും കൂടെ കൂവി ഓട്ടിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയങ്ക വിന്നറാവാനിരുന്നതാണ്. അതിനകത്തൊരു അൺഫെയർ എവിക്ഷൻ ഇതുപോലൊരു സംഭവം നടന്ന്. അപ്പോഴ് ആളുകൾ പറയുന്നത് ഇനിയിപ്പം അവർ ചെയ്യുന്നത് ശരിയായാലും തെറ്റായാലും മേക്കേഴ്സ് എടുക്കുന്ന ഡിസിഷനൊപ്പമേ ലാലേട്ടൻ നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ലാലേട്ടൻ അതിൽ വരുമ്പോൾ പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ വിന്നറാണ് സിജോ എന്ന് പറഞ്ഞെങ്കിൽ ആ ഷോ നാറി. അതാണ് ഒരു അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഈ പറയുന്ന പോലെ സിജോ അടുത്ത് അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ സിജോ പറഞ്ഞു, ഞാൻ നിന്ന സമയത്ത് ഞാൻ എല്ലാം ശരിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എനിക്ക് തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തണം, തെറ്റാണെന്ന് തോന്നിയാൽ ഒത്തിരി നന്ദിയുണ്ട് പ്രേക്ഷകരോട്. ഈ ദിവസം എനിക്കിവിടെ നിന്നും ലാലേട്ട ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ നിന്ന് എനിക്ക് എന്താ പറയുക, ഒത്തിരി നന്ദിയാണ് എല്ലാവരോടും പറയാനുള്ളത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു മായാലോകമാണ്, ഒരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് നടക്കുന്നത്. പിന്നെ ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് ലാലേട്ടൻ പറയും പോലെ. ജേണി വീഡിയോ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നു, ഒരു അടാറ് ജേണി വീഡിയോ ആണ്. അതിനുശേഷം ഔട്ടാവുകയാണ്. സുജു ഔട്ടായ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ ഒരു കണ്ടസ്റ്റൻറ്റും ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ സൈഡിൽ കൂടെ പോകുന്നതെന്ന് കാണിക്കത്തില്ല. അതുവരെ ക്യാമറയിൽ എടുത്ത് കാണിച്ചു. കാരണം അത്രയ്ക്കൊരു ഇതായിരുന്നു. എപ്പിസോഡെല്ലാം തീർന്ന് ലാലേട്ടൻ അതിനുശേഷം വീട്ടുകാരോട് യാത്രയെല്ലാം പറഞ്ഞ് ഇനി അടുത്ത ആഴ്ച ഞാൻ വരത്തുള്ളൂ, ഫിനാലെ ഇടാൻ നിങ്ങൾ ഒരാളെ കൈ പൊക്കാനാണ് ഞാൻ വരുന്നത്, അപ്പോൾ അതാരാണെന്ന് അറിയില്ല, പ്രയത്നിക്കുമെന്നൊക്കെ പറഞ്ഞ് ഓട്ടൊക്കെ നേരെ ചെയ്യാൻ പറഞ്ഞിട്ട് പോയേക്കാണ്. വീട്ടിൽ അർജുന് വിഷമം, ശ്രീധുവിന് വിഷമം. ശ്രീധു പറയണം, ഞാനാണ് പോകുന്നത് ഞാൻ കരുതിയത്, ഇപ്പം എന്താ പറ്റിയത്? അപ്പോൾ അർജുൻ, അയ്യോ ഞാൻ കരുതിയില്ല, സിജോ പോകുന്നു ഞാൻ കരുതിയില്ല. അപ്പോൾ ജാസ്മിൻ, എടി ഞാനും കരുതി നീ പോകുന്നു തന്നെയാണ്, ഞാൻ പോകണമെങ്കിൽ ഞാൻ മിക്കവാറും പോകാനും ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പോയി, പക്ഷെ ഞാൻ പോയില്ല, പക്ഷെ നീ പോകുന്നു ഞാൻ കരുതിയെങ്കിൽ. അപ്പോൾ എന്താ നടന്നത്? അപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവം. ഈ പറഞ്ഞ പോലെ ഇനി എനിക്ക് സിജോയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു സംഭവം, സിജോ ഈ പറഞ്ഞ കണക്ക് പക്ക ഗെയിമായിട്ട് അതിനകത്ത് വന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഗെയിം കളിക്കാനാണ്. അപ്പോൾ അവിടെ ഗെയിം കളിക്കാനായിട്ട് വന്നതാണ്. ഈ പറയുന്ന പോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്നിട്ട് സിജോ ഫൈറ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അതൊക്കെ സിജോയുടെ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇതൊരു ഗെയിമാണ്, നമുക്കറിയില്ല എന്താണ് ഏതാണ് നമുക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു അൺഫെയർ എവിക്ഷൻ പോലെ ഫീൽ ചെയ്ത് വേറെ കൂടുതലൊന്നും പറയാനില്ല, ഒരൊറ്റ പക്ക പറയുന്നില്ല. കാരണം ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ബ്രദർ. അപ്പം ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീയാണ് ആര് PR എന്ന് പറയുന്നത്. ഞാനൊന്നും പറയുന്നില്ല, നോർമൽ ചെയ്ത് ഞാൻ ഇതുവരെയും സിജോ ഔട്ടാവുന്ന നിമിഷം വരെയും ഞാൻ ഒരു മനുഷ്യരോടും പറഞ്ഞിട്ടില്ല സിജോ എൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടെന്നൊന്നും അല്ല, ചങ്കാണ്. അപ്പം അത്ര ഒരു ബ്രദറാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് വരെ ഒരു പാർഷ്വാലിറ്റി ഞാൻ കാണിച്ചിട്ടില്ല. കാണുന്നത് നിങ്ങൾക്കറിയാം. പേഴ്സണലി എനിക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായേക്കാം, അതൊക്കെ എൻ്റെ പേഴ്സണലാണ്. പക്ഷേ അത് ഈ പറയുന്ന പോലെ ഗെയിമിൻ്റെ ഒരു ഇതിൽ ഞാൻ ഇന്ന് വരെ കാണിച്ചിട്ടില്ല. ഈ റിവ്യൂവിൽ പോലും ഈവൻ ഞാൻ അയ്യോ സിജോ ബ്രോ ഔട്ടായപ്പോൾ എനിക്ക് വിഷമമാണ് ഞാൻ പറയുന്നു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വിഷമമുണ്ട്, ഇല്ല നിങ്ങൾക്ക് വിഷമമില്ലേ, നിങ്ങൾക്ക് PR ചെയ്തുവിടാമെന്നൊക്കെ ഒത്തിരി പേര് എൻ്റെ വർക്കായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ ബ്രദർ അകത്തേക്ക് പോയത്. അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യണം. എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു, നീ വർക്ക് ചെയ്യുമ്പോൾ നീ വർക്ക് ചെയ്യണം, നെവർ ഷോ എനി പാർഷ്യാലിറ്റി ടു എനി വൺ ഇൻക്ലൂഡിങ് മീ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അത് ഞാൻ പാലിച്ചു. എനിക്ക് പാലിക്കാൻ പറ്റി, ഞാനത് പാലിച്ചു. 100% ഞാൻ ആത്മാർത്ഥതയോടുകൂടിയാണ് ഇത്രയും ദിവസം നിന്നത്. അപ്പം നോക്കാം, ഈ നാളത്തെ പ്രൊമോയുടെ ഡീറ്റെയിൽ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം, അപ്ഡേറ്റുകളായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.